ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഈ കുട്ടായിയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ കുട്ടായിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ആദ്യം കുട്ടായി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ടേ. ഒരു പാവം സാധു പൂച്ചയാണ് കേട്ടോ. നമ്മുടെ ചാച്ചുവിൻ്റെയും കുങ്കിയുടെയും മകനായിട്ടാണ് 2023 ജൂൺ 9 പിറന്നത്. 4 മക്കളിൽ രണ്ടാമത്തെ മകനാണ് നമ്മുടെ കുട്ടായി. അപ്പോൾ ഈ കുട്ടായിനെ നിങ്ങൾക്ക് പല എൻ്റെ പഴയ വീഡിയോസിലൊക്കെ കണ്ടു കാണും കേട്ടോ. ഒരു സാധു പൂച്ചയാണ്. അപ്പോൾ കുട്ടായി നമ്മുടെ ഡയാന മോളുമായിട്ട് ഭയങ്കര കമ്പനിയാണ്, നല്ല സ്നേഹമാണ്. ഇവർ ഭയങ്കര കൂട്ടാണ്. കുട്ടായി ഒരു തരത്തിൽ പോലും ആരെയും ഉപദ്രവിക്കില്ല, ഒന്നും ചെയ്യില്ല. അത്ര വിശപ്പുണ്ടെങ്കിൽ മാത്രമേ ഇവൻ താഴെ വീടുകളിലൊക്കെ പോവുള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ കുട്ടായിയുടെ അച്ഛൻ, ചാച്ചുക്കുട്ടൻ. ഇവനാണ് ചാച്ചുക്കുട്ടൻ. അപ്പോൾ തള്ളയുടെ നിറമാണ് നമ്മുടെ കുട്ടായിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തള്ളപ്പൂച്ചയായ കുങ്കിയുടെയും കിടക്കുന്നില്ല അച്ഛൻ്റെ പള്ളക്കിട്ട് തന്നെയാണ് കുട്ടായി കിടക്കുന്നത്. നിങ്ങൾ കിടത്ത കണ്ടില്ലേ. ഇപ്പോൾ നമ്മുടെ ചാച്ചുക്കുട്ടൻ ഇവിടെ കാണാനില്ല. ചാച്ചുക്കുട്ടൻ എവിടെയെങ്കിലുമൊക്കെ നാട് വിട്ട് പോയി കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ മോൻ തന്നെയാണ്, ആ കുട്ടായി മോനാണ് അച്ഛൻ്റെ പള്ളക്കിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇന്നും ഞാൻ പറയാൻ പോകുന്നത്, നമ്മുടെ കുട്ടായി ഇന്ന് രാവിലെ താഴെ ഒരു വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം ഇവൻ ഛർദ്ദിച്ച് ഇപ്പോൾ നമുക്ക് അത്ര വലിയ വേറൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. സാധാരണ അവന് വയറ്റിന് ദഹിച്ചില്ലെങ്കിൽ ഛർദ്ദിലുണ്ടാവും എന്നും പറഞ്ഞാണ് ഇരുന്നത്. പക്ഷേ ഇവൻ പെട്ടെന്ന് ഇവൻ കട്ടിൻ്റെ അടിയിലോട്ട് അങ്ങ് കയറി. അപ്പോൾ കട്ടിൻ്റെ അടിയിൽ നിന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. കട്ടിൻ്റെ അടിയിലോട്ട് കയറിയപ്പോൾ ഞാൻ അവൻ്റെ ഒരു കരച്ചിലൊക്കെ ഒരു വല്ലാത്തൊരു വ്യത്യാസം. അപ്പോൾ ഞാൻ കുട്ടായിയെ മോനെ എന്ന് വിളിക്കുക. അപ്പോൾ തല പൊങ്ങുന്നില്ല. തല പൊങ്ങാത്തത് എന്താണെന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും ഞാൻ അവനെ വിളിക്കുക. അപ്പോൾ അവൻ കൈയും കാലും ഇട്ടൊക്കെ പിടയ്ക്കുന്ന പോലെ ഒരു ഇത് കാണിച്ചു. അപ്പോൾ വീട്ടിലാണെങ്കിൽ വേറെ ആരുമില്ല, എന്തായാലും ഞാൻ എൻ്റെ ഇളയ മോൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ചെറിയ ബ്രദറിനെ ഞാൻ വിളിച്ചപ്പോൾ അവൻ ഓൺ ദ വേ ട്രിവാൻഡ്രത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അവന് തിരിച്ച് വരാനും പറ്റത്തില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പെട്ടെന്ന് നിന്നെ ചേച്ചി ഒരു കാര്യം ചെയ്യും, അടുത്തുള്ള മൃഗാശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് അടുത്തുള്ള മൃഗാശുപത്രിയിലേക്ക് ചെന്നപ്പോൾ ആ മൃഗാശുപത്രിയിൽ ഒരു ഡോക്ടർ പോലും ഇല്ല. ഡോക്ടർ പല സമയത്തും അവിടെ ചെല്ലുന്ന സമയത്ത് മൃഗാശുപത്രിയിൽ ആ ഡോക്ടറെ കാണാനില്ല. ഡോക്ടർ ഇല്ലാത്തൊരു കേസ് കേട്ട് പലതരത്തിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ അതെന്തായിക്കോട്ടെ, എന്തായാലും അവിടെ 2 കമ്പൗണ്ടർമാർ നിന്ന് അവന്മാരത് ചോദിച്ചപ്പോഴും എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷനൊക്കെ തന്നിരുന്നെങ്കിൽ അവരെ കൊണ്ടും പറ്റത്തില്ല നേരെ. അപ്പോൾ അവന് ഈ വണ്ടിക്കകത്തിരുന്നതിന് അവന് കുറേ പിടപ്പ്, കൈയും കാലിട്ടടിച്ചൊരു പിടപ്പ് വന്നു. ഞാൻ വിചാരിച്ചു, അവൻ കാഞ്ഞു പോയെന്നാണ് വിചാരിച്ചത്. നേരെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ കരയൊക്കെ ചെയ്തു. അവന് വീണ്ടും ഒന്നുകൂടി കൂടെ പരിശോധിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് കൂടെ തുറന്ന് നോക്കിയപ്പോൾ അവന് ശ്വാസം വയറിൽ നിന്ന് അവൻ്റെ ശ്വാസമുണ്ട് എന്തായാലും. പിന്നെ ഒരു നിമിഷം പാഴാക്കിയില്ല. കുറച്ച് ദൂരമുണ്ട്, ഒരു 15 മിനിറ്റോളം വണ്ടിയിൽ യാത്ര ചെയ്താൽ അതിനടുത്തുള്ളൊരു ഹോസ്പിറ്റൽ മൃഗാശുപത്രിയിൽ വന്നപ്പോൾ അവിടെ ഡോക്ടറുണ്ട്. ഡോക്ടർ പെട്ടെന്ന് എന്നെ കണ്ട് അവൻ ഉടനെ തന്നെ അവനൊരു ചെറിയൊരു ഇഞ്ചക്ഷൻ കൊടുത്തു. അപ്പോൾ എന്താണെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു, വൊമിറ്റ് ചെയ്തതിന് ശേഷം ഇവൻ പിന്നെ ഈ കണ്ടീഷനാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്തോ വിഷാംശം കലർന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. ആദ്യം ഡോക്ടർ വിചാരിച്ച് പാമ്പ് കൊത്തിയതാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ പാമ്പ് കൊത്തിയതല്ല. ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൽ നോക്കിയ പാമ്പല്ല, എന്തോ ഭക്ഷണത്തിലെന്തോ വിഷാംശം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആരോ അവനെ കൊല്ലാൻ വേണ്ടി വിഷാംശം വെച്ചതാണ്. അവന് ഒരു പ്രാവശ്യം ഇതുപോലെ താഴെയുള്ള ഒരു വീട്ടിൽ ഇവൻ പോകുന്ന പതിവുണ്ട്. അവൻ്റെ കണ്ണടിച്ച് പൊട്ടിച്ച് കണ്ണിൻ്റെ ഭാഗത്ത് ഇങ്ങനെ മുഴച്ചൊക്കെ നിന്നായിരുന്നു കേട്ടോ. ആരോ അടിച്ചതാണ്. അടി കൊള്ളുമ്പോൾ നമുക്കറിയാം, ഈ കണ്ണിൻ്റെ ഈ ഒരു സൈഡ് അടിച്ച് ഒരു നെല്ലിക്ക വലിപ്പത്തിലൊരു മുഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് ഇതൊക്കെ ശരിയാക്കി. അത്രയും സാധുവായ എൻ്റെ കുട്ടായി മോൻ ഒരു തരത്തിൽ പോലും ഉപദ്രവിക്കില്ല. ഭക്ഷണത്തിലാണ് അവന് ഇവിടെ ഇഷ്ടം പോലെ ഭക്ഷണം തിന്നാനും ഉണ്ട്. പിന്നെ നാടൻ പൂച്ചകളല്ലേ, നമുക്ക് ഇവനെ കെട്ടിയിടാനൊന്നും പറ്റത്തില്ല. പിന്നെ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ അവൻ താഴെയൊക്കെ പോകും. അവിടെ നിന്ന് ഇവിടെ പോയിട്ട് ആരോ അവന് കൊല്ലാൻ വിഷം വെച്ചതാണ് എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എന്തായാലും അവനെ രക്ഷിക്കാൻ പറ്റിയതിൽ ഒരു വലിയ ആശ്വാസമായി. ഇപ്പോൾ എന്തായാലും അവന് കുഴപ്പമില്ല, തിരിച്ച് വീട്ടിൽ അങ്ങനെ എന്തായാലും ട്രിപ്പൊക്കെ ഇറക്കി. അവന് കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ എന്തായാലും ഒരു ട്രിപ്പ് ഇറക്കി. ഭക്ഷണത്തിൽ വിഷാംശം ചെന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവന് അതായത് ചോറിൽ വിഷം വെച്ച് കൊടുത്തതാണ്. എന്തായാലും സമയത്തിന് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞത് എനിക്ക് വലിയ ഒരു ആശ്വാസമായി. കാരണം ഒരു ജീവൻ രക്ഷിക്കാനായില്ലേ എൻ്റെ പൊന്നുകുട്ടായി. അവൻ ആരെയും ഉപദ്രവിക്കാത്ത എൻ്റെ പൊന്നു മോനാണ്. അവസാനം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് ചോറൊക്കെ തിന്നിട്ട് വീണ്ടും ആ കൂടിനകത്ത് തന്നെ കയറി കിടക്കുകയാണ് ക്ഷീണം കൊണ്ട്.
അവൻ്റെ പിടപ്പും അവൻ്റെ വെപ്രാളവും കണ്ടിട്ട് എനിക്ക് കയ്യും കാലും ഒന്നും എനിക്ക് അത്രയ്ക്ക് എന്താ പറയുക നിന്ന നിൽപ്പിനാണ് ഞാൻ ഇറങ്ങി വന്നത്. അതിരാവിലെയുള്ള സംഭവമാണ്. അതുകൊണ്ട് ഞാൻ ലൈവിൽ പോലും ഞാൻ വന്നില്ല. എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനല്ലേ എനിക്ക് ഏറ്റവും വലുത്. ഇത്രയും നമ്മളെ വളർത്തി വലുതാക്കിയ ആ കുട്ടിയുടെ ജീവൻ എന്ന് പറയുക ഒരു ജീവൻ രക്ഷപ്പെടുത്താനായില്ല എൻ്റെ പൊന്നിന്. അപ്പോൾ അവനെ രക്ഷപ്പെടുത്തി. എന്തായാലും ഇപ്പോൾ ആൾ ഓക്കെ ആയി. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും അവന് ഇഞ്ചക്ഷൻ ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവനെക്കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഒരു ജീവൻ രക്ഷപ്പെടുത്തിയത് തന്നെയാണ് എന്നെ മഹാപുണ്യം. അല്ലെങ്കിൽ ഞാനത് അവൻ്റെ ജീവൻ പോയെന്ന്, അതായത് ആദ്യത്തെ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയപ്പോൾ തന്നെ ഇവൻ കിടന്ന് പിടപ്പായിരുന്നു. ആ പിടപ്പ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓഹോ അവിടെ വെച്ച് തീർന്നെന്നാണ് വിചാരിച്ചത്. പക്ഷേ വീണ്ടും എൻ്റെ മനസ്സനുവദിച്ചില്ല. അവന് എന്തോ ജീവൻ്റെ ഒരു തുടുപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ഇന്നെ കുറച്ച് ദൂരമാണെങ്കിലും നിമിഷം കൊണ്ട് എത്തിക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവനെ രക്ഷപ്പെടുത്തിയല്ലോ, അത് മതി. ഇനി നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് വരാം. നമ്മുടെ ഡയാനയുടെയും കുഞ്ഞുങ്ങളുടെയും വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ. ഡയാനേനെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ കാണിക്കത്തുള്ളൂ. കാരണം ഡയാന മുടിയൊക്കെ വെട്ടി കുറച്ച് മുടിയൊക്കെ വളരട്ടെ. കുഞ്ഞുങ്ങളെക്കുറിച്ച് ഞാൻ കാണിക്കാം. ഡയാന അതാ വന്ന് എത്തി നോക്കിയാണ് കേട്ടോ. കുട്ടായെ എത്തി നോക്കിയാണ്. എൻ്റെ ഡയാനക്കുട്ടിയുടെ കൂട്ടാണ്. ഡയാനയുടെ മുടിയൊക്കെ വെട്ടി നാശം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഡയാന ഇപ്പോൾ കാണിക്കുന്നില്ല. ഓക്കെ.